വർഷത്തെ ഒരു തീം നിങ്ങൾക്കൊണ്ട്. ഞാൻ ആ തീമൊക്കെ എടുത്തു വെച്ചെങ്കിലും ഒന്ന് മാറ്റി വെച്ചു. ഇതുപോലെ ചിന്തിച്ചു വെച്ചതൊന്ന് മാറ്റി 20 മിനിറ്റുകൾ കൊണ്ട് ഇത് പൂർത്തിക്കുന്നു. ഞാൻ തയ്യാറാക്കിയെന്ന് വന്നാൽ 3/4 മണിക്കൂർ കൂടുതൽ എടുക്കും. അതുകൊണ്ട് നേരെ ഞാനത് മാറ്റി ഒരു ചെറിയ ബൈബിളിലെ പഠനം മാത്രം നടത്തും. അതുകൊണ്ടാണ് എല്ലാ ബുക്കുകളും ഞാനൊന്ന് മാറ്റിയിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നത്. കാരണം ഇന്ന് ഒരുപക്ഷെ ആഗ്രഹിക്കുന്നത് അവരോടുകൂടെ മരിക്കുവാൻ പോകാനും ഇതിന്റെ ചില വലിയ അന്വേഷണങ്ങളൊക്കെ നടത്തിയിട്ടാണ് എന്നോട് നിന്നതെങ്കിലും ഞാനിപ്പോൾ അതിലേക്ക് കയറുന്നില്ല. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലെ ആദ്യത്തെ ചില വാക്യങ്ങളുടെ ഒരു പഠനം മാത്രം ഞാൻ നടത്തുകയാണ്. വായിക്കാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ വാക്യം നിങ്ങൾക്കറിയാം. മനസ്സിലേക്ക് തടാകത്തിന്റെ തീരത്ത് നമ്മുടെ കർത്താവ് വരുന്ന സന്ദർഭത്തിൽ പത്രോസ് എന്ന് പറയുന്ന ശീമോൻ ആ പടകിൽ കഴിയിക്കൊണ്ടിരിക്കുകയായിരുന്നു. രാത്രിയിലെ അധ്വാനങ്ങൾക്ക് കഴിഞ്ഞു ഒന്നും ലഭിച്ചില്ല എന്ന് നമ്മുടെ കർത്താവിന് മനസ്സിലാക്കെങ്കിലും അവനോട് പറയുന്നു, നിന്റെ പടകിലൊന്ന് കയറുവാൻ എനിക്ക് അവസരം തരണം. നമ്മുടെ കർത്താവ് അതിലേക്ക് കയറി നിന്ന് പ്രസംഗിക്കുകയും അവസാനം ശീമോനോട് പറയുന്നുണ്ട്, ശീമോനെ ആഴത്തിലേക്ക് നീക്കി വലിയിറക്കുക എന്ന് പറഞ്ഞു. ഇറക്കി അവൻ ആദ്യം പറയുന്നുണ്ട്, കർത്താവെ രാത്രി മുഴുവൻ ഇത് ചെയ്തതാണ്. ആ പടത്തിന്റെ വീട്ടിൽ ചെയ്യണമോ എങ്കിൽ നിന്റെ വാക്കിന് വലിയിറക്കി എടുത്തെറിയുമ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞിരുന്നു. ഞാൻ നല്ല ഉദ്ദേശിച്ചിരുന്നത് സാഹചര്യം നിമിത്തം ഞാനതൊന്ന് വൈലപ്പിച്ച ഈ രീതിയിലേക്ക് ചിന്തകളെ ഒന്ന് ക്രോഡീകരിച്ചു മാത്രം. ഈ വേദഭാഗം എന്നെ ആകർഷിച്ച ഒന്നാമത്തെ കാര്യം ഓരോ ചിന്തകൾ മാത്രം. ഒന്നാമത്തെ ആഗ്രഹം നമ്മുടെ കർത്താവിന് ഒരു ജനസമൂഹത്തോട് സംസാരിക്കണം. അദ്ദേഹം വന്നപ്പോൾ രാത്രി മുഴുവൻ അധ്വാനിച്ച 7-8 മണിക്കൂറിൽ അർദ്ധരാത്രിയിൽ അധ്വാനിച്ച പത്രോസിനെ കണ്ടത്. ഈ വിഷയപ്രവർത്തനത്തിലാണ് നമ്മളൊക്കെ രാത്രി മുഴുവൻ അധ്വാനിച്ചു ഒന്നും കിട്ടാതിരിക്കുന്ന സന്ദർഭത്തിലും നമ്മുടെ കർത്താവ് ഒന്ന് ചോദിച്ചപ്പോൾ കർത്താവാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഏത് നിരാശകളുണ്ടെങ്കിലും ആ നിരാശ മാറ്റി വെച്ചിട്ട് നമ്മുടെ കർത്താവിന് ആ പടക് കൊടുക്കാനുള്ള മനസ്സ് ആർക്കുണ്ടായി. അതുകൊണ്ട് നിങ്ങളോട് ഒന്നാമത്തെ എന്റെ ചിന്ത, നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലകളിൽ ചിലപ്പോൾ നിരാശകൾ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പലതും മാറ്റിവെക്കുക പ്രയോറിറ്റീസ്. മറിച്ച് ആത്മ സ്ഥാനം കൊടുക്കണം. ഒരുപക്ഷെ ക്രിസ്തു ആയിരിക്കണമെന്നില്ല. അതുപോലുള്ള ദരിദ്രനാകാം, തള്ളപ്പെട്ടവരാകാം, സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടവരാകാം. ആരെയാണ് അവരെ ചേർത്ത് പിടിക്കുവാനുള്ള ഒന്നാമത്തെ ഇവിടെ ക്രിസ്തു ആയിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ പത്രോസ് അതിന് പകരം വേറൊരാളെ ചോദിച്ചെങ്കിൽ പത്രോസ് ആ പടക് കൊടുക്കുമായിരുന്നു എന്നാണ് എന്റെ ചിത്രം. അതുകൊണ്ട് ഞാൻ ഒന്നാമത് നിങ്ങളോട് പറഞ്ഞത്, രാത്രി ഒരു അധ്വാനിച്ചു നിരാശപ്പെട്ട മനുഷ്യൻ അവന്റെ കണ്ണീരും വേദനയൊക്കെയുണ്ട്. നാളുകളിൽ ഇന്ന് ഭക്ഷണത്തിന് ഞാൻ എന്ത് ചെയ്യുമെന്നപ്പോൾ നിരവധി ചോദ്യങ്ങൾ പത്രോസിന്റെ മനസ്സിൽ. പത്രോസ് അതെല്ലാം മാറ്റി വെച്ചിട്ട് അവൻ ചോദിച്ചു, ഈ പടകൊന്ന് തരുമോ എന്ന് ചോദിച്ചപ്പോൾ ആ പടക് നമ്മുടെ കർത്താവിന് കൊടുത്തു. രണ്ടാമതാം എന്ന ഭാഗം എന്നോട് സംസാരിക്കുന്നതും നിങ്ങളോട് സംസാരിക്കുന്നതും നമ്മുടെ കർത്താവ് പറയുകയാണ്, നീ ഈ പടകൊന്ന് വെള്ളത്തിലേക്ക് നീക്കണം. പത്രോസ് ഒരു കാര്യം ചെയ്യാം, ആ പടകിനെ രാത്രി മുഴുവൻ അധ്വാനിച്ച ക്ഷീണമുള്ള മനുഷ്യനാണ്. ആ പടകിനെ കരയോട് ചേർത്ത് കെട്ടിയിട്ടിട്ടങ്ങ് പോവാം. നമ്മുടെ കർത്താവ് പറയുന്നു, നീ ഇച്ചിരി ഇറക്കി വെക്കണം. നീ ആയിരിക്കണം ഇന്നത്തെ ഈ ബോട്ടിന്റെ നിയന്ത്രണം ഏറ്റെടുക്കണം. അതുകൊണ്ട് നമ്മുടെ കർത്താവിനെ ആഗ്രഹിക്കുന്നത് പത്രോസിനെ ആഗ്രഹിക്കുന്നതോട് പറയുകയാണ്, നീ പടകൊണ്ടോട് നീക്കി നീ അവിടെ നിൽക്കണം. ഞാൻ സംസാരിക്കുന്നത് മുഴുവനും നീ കൂടി കേൾക്കണം. പലപ്പോഴും നമ്മുടെ മനസ്സിൽ തോന്നിയേക്കാം, എനിക്കിതിന്റെ ഒന്നും ഏത് കാലമാണ് ഞാൻ മിഷൻ പ്രവർത്തനത്തിൽ ജീവിക്കുന്നതുകൊണ്ട് എനിക്കിതിന്റെ ഒന്നും. പക്ഷെ ക്രിസ്തു പറയുന്നു, ചിലപ്പോഴൊക്കെ ഒന്ന് പടക്ക് നീക്കി വെച്ചിട്ട് നീയും അതിലൊന്ന് കയറി നിൽക്കണം. എന്റെ കർത്താവ് എപ്പോഴാണ് നിങ്ങൾ സംസാരിക്കുന്നത് നമുക്കറിയില്ല. ഏത് കാലത്തെ അറിവുകളുണ്ടാകാം. പക്ഷേ പത്രോസിന്റെ ജീവിതത്തിൽ ഇരുന്ന് സംസാരിച്ചതുപോലെ ഏറിയ നാളുകളുടെ അറിവുകൾ നമുക്കുണ്ടെങ്കിലും എന്തില്ല, ദൈവം എന്നാണ് നമ്മളോട് സംസാരിക്കുന്ന അതേ വിഷയത്തിന് വേണ്ടി. അതുകൊണ്ട് ഏറിയ വിഷയപ്രവർത്തനങ്ങൾ നമുക്കുണ്ടെങ്കിലും ചിലപ്പോൾ നമ്മുടെ കർത്താവ് പറയും, ഇന്ന് ഈ രാത്രിയിൽ കൂടി നീ നിലം അല്പം കൂടി നീക്കി വെക്കണം. ഒരുപക്ഷെ ഇതിനൊക്കെ ഞാൻ എത്ര കേട്ടതാണെന്ന് വിചാരിക്കേണ്ടതായ ചിന്തിക്കരുത്. എന്റെ ദൈവത്തിന്റെ ശബ്ദത്തിന് വേണ്ടി ഭാഗം വീണ്ടും നമ്മളോട് സംസാരിക്കുന്നതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. രാത്രി വീണ്ടും അധ്വാനിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചേ, അവിടെ പത്രോസിന്റെ പടക് മാത്രമല്ല, അനേക പടകുകളുണ്ട്.
ഈ പടകുകളിലെല്ലാം എന്തെങ്കിലും മീനുകളൊക്കെ ആ മനുഷ്യർക്ക് ലഭിച്ചിട്ടുണ്ട്. ആർക്ക് കിട്ടിയിട്ടില്ല? വലിയ മുഴുവനായ പത്രോസിന് കിട്ടിയിട്ടില്ല. ഇങ്ങനെ ശ്രദ്ധിച്ചേ, ഈ പടകിൽ ഒന്നുമില്ലാത്തതുകൊണ്ട് ആര് കയറി? നമ്മുടെയൊക്കെ പടകുകളിൽ പലതും കയറി നിൽക്കുന്നതോടും ഏറിയതുള്ളതുകൊണ്ടും നമ്മുടെ പടകുകളിൽ ദൈവം പലപ്പോഴും നമ്മൾ ദൈവത്തോട് പറയും, അവനുള്ളതുപോലെ എനിക്കില്ല, അവനുള്ളതുപോലെ എനിക്കില്ല എന്നൊക്കെ നമ്മൾ പറയും. എനിക്ക് അത്രയും വലിയ കഴിവുകളൊന്നും തന്നിട്ടില്ല, ഇതെല്ലാം നിങ്ങൾ പറയും. പക്ഷെ കർത്താവ് പ്രവർത്തിച്ചതൊക്കെ ഈ രാത്രിയിൽ പത്രോസിനോട് പ്രവർത്തിച്ചപ്പോൾ അവന്റെ പടകിൽ ഒന്നുമില്ല എന്ന് കണ്ടപ്പോൾ ആരത് കയറി? നമ്മുടെ ജീവിതത്തിലും ഇടയ്ക്കിങ്ങനെയാണ്. നമ്മളൊക്കെ മിഷൻ പ്രവർത്തനം നടത്തുമ്പോൾ ആരും എനിക്ക് സഹായിക്കാനില്ല എന്ന് തോന്നുന്ന നിമിഷങ്ങൾ കൂടി മിഷൻ ചെയ്യുന്നില്ല കേട്ടോ. ഇന്നത്തെ ദിവസം മാത്രമുള്ളതല്ല ഇതിനാവശ്യം. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തിയത്, നിങ്ങളുടെ ജീവിതത്തിൽ ഏത് മനുഷ്യരില്ല എന്ന് തോന്നുന്ന ചില നിമിഷങ്ങൾ വരും. ചിലപ്പോൾ ഭാര്യ പോലും നിങ്ങൾക്ക് ഒരു വഴിയില്ല, ഇതിന്റെ പരിപാടിക്ക് പോകാൻ. ഇങ്ങനെ ജീവിതത്തിൽ തടസ്സപ്പെടുന്ന അനുഭവങ്ങൾ വരും. ഒന്നുമില്ല എന്ന് തോന്നുമ്പോൾ ആര് കയറും? അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലൊക്കെ ആ പടകിൽ കർത്താവ് കയറുന്നുള്ളോ എന്നുള്ളതാണ് നമ്മുടെ ഒരു ചിത്രം. എന്തെങ്കിലും ജീവിതത്തിൽ ഒന്നുമില്ല എന്ന് തോന്നുമ്പോൾ ആരുടെ പ്രവേശനമുണ്ട്? നമ്മുടെ കർത്താവിന്റെ പ്രവേശനം. ഈ ഭാഗത്ത് വീണ്ടും ഒരു ചിത്രം എനിക്ക് തോന്നുന്നത്, നമ്മുടെ കർത്താവ് ആർക്കും കടം വെക്കത്തില്ല, ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ കർത്താവ് ആർക്കും അവന്റെ പടക് അവനോട് ചോദിച്ചു. പടക് ചോദിച്ചപ്പോൾ അവൻ മനസ്സോടുകൂടി ആർക്കും കൊടുത്തു? നമ്മുടെ കർത്താവിന് കൊടുത്തു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവൻ ഏറിയ മീനുകളെ, നമ്മുടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, നിന്റെ കർത്താവിന് നിന്റെ പടക് നീ കൊടുത്തിട്ടുണ്ടെങ്കിൽ, നിന്റെ കർത്താവിന് നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും അനുഗ്രഹങ്ങളെ പകർന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ, അവൻ ഏറിയ നന്മകളെ നിനക്കായി കടം വെക്കുന്നവനെല്ലാവരും. പക്ഷെ ഒന്ന് ഓർക്കണം, കൊടുക്കുന്നത് തരുവെന്ന് വിചാരിച്ചു കൊടുക്കരുത്. പത്രോസ് വേണ്ടി തരുവെന്ന് വിചാരിച്ചാണ് കൊടുത്തത്. നമ്മളാണെങ്കിൽ 100 രൂപ ഇട്ടെങ്കിൽ ഇതിന് എന്ത് പ്രതിഫലം വരുമെന്ന് അപ്പൊ കർത്താവ് തരാനിച്ചിരി. പത്രോസ് തന്റെ പടക് കൊടുക്കുമ്പോൾ തന്റെ ജീവിതത്തിൽ ഒന്നും തന്നെ ആഗ്രഹിച്ചില്ല എന്നുള്ളതാണ്. അവരോട് പടകും. പക്ഷെ കർത്താവിന് മനസ്സിലായി, അവനവന്റെ ഹൃദയത്തിൽ നിന്നാണ് ദൈവസന്നിധിയിലത് സമർപ്പിച്ചത്. അതുകൊണ്ട് എന്ത് ചെയ്തു ദൈവം? ആ പടകിനെ എന്റെ ജീവിതത്തിലെ അനുഗ്രഹങ്ങൾക്ക് കാരണം നീ നിന്റെ ദൈവത്തിന് നിന്റെ ശരീരത്തിനെയും മനസ്സിനെയും ചിന്തകളെയും സമർപ്പിക്കുന്നുവെങ്കിൽ, ആത്മശരീര മനസ്സുകളെ അവന് സമർപ്പിക്കുന്നെങ്കിൽ, അവൻ നിശ്ചയമായും നിന്റെ ആവശ്യത്തിനുള്ളത് നൽകുമെന്നത് നമ്മളോട് നമ്മുടെ കർത്താവ് പറയുന്നു. ഇവന്റെ ഭാഗം വായിച്ചപ്പോൾ എനിക്ക് തോന്നി മറ്റൊരു കാര്യം. ഈ നമ്മുടെ കർത്താവ് പ്രസംഗിച്ചുകൊണ്ട് ഇരുന്നപ്പോഴേ രാത്രി മുഴുവൻ ഈ പത്രോസ് വലിയ മീൻപിടുത്തക്കാരനാണ്, ഒന്നും കിട്ടാത്തവനാണ്. ഇപ്പോൾ എവിടാ നിൽക്കുന്നത്? കരയോട് ചേർന്ന് ശ്രദ്ധിക്കണം. അവൻ ആഴക്കടലിൽ പോയി മീൻ പിടിക്കാൻ ശ്രമിച്ചിട്ട് കിട്ടാത്തവനാണ്. ഇപ്പോൾ എവിടാ നിൽക്കുന്നത്? കർത്താവിന് പടക് കൊടുത്തിട്ട് ആ പടകിനടുത്താണ് ആര് നിൽക്കുന്നത്? പടകിനടുത്ത് നിങ്ങൾ വെച്ച് കരയോടടുത്ത് വരയിട്ടവെല്ലാം വിടുവന്നു. സത്യത്തിൽ എനിക്ക് തോന്നുന്ന ഒരു ശാസ്ത്രീയ വിശകലനമാണ് ഞാൻ ഈ പറയുന്നത്. അതിനപ്പുറത്തേക്ക് നിങ്ങൾ പോകരുത്. നമ്മുടെ കർത്താവ് പ്രസംഗിച്ചപ്പോൾ സൃഷ്ടമായ ദൈവം പ്രസംഗിക്കുന്നത് കേട്ടപ്പോൾ ആരായാലും അടുത്തു വന്നത് ഈ മീനുകളെല്ലാം ഇതിനടുത്ത് വന്നിരിക്കുന്നു. നമുക്കോ സമയമില്ല, സമയമുള്ള ആർക്കാം. ചിലപ്പോൾ നിങ്ങളും പ്രതീക്ഷിക്കണം, നിങ്ങളുടെ മിഷൻ പ്രവർത്തനം നടത്തുമ്പോൾ ആരും കേൾക്കാനൊന്നും കാണത്തില്ല. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന മനുഷ്യനല്ല ദൈവം ചിലപ്പോഴൊക്കെ പ്രതീക്ഷയോടെ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കും. ഈ മീനുകളെല്ലാം കർത്താവിന്റെ സൃഷ്ടാവായ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്നതിന്റെ അവസാനമാണ് പത്രോസിനോട് കർത്താവ് പറഞ്ഞ് നീ ഒന്ന്. അപ്പൊ നിങ്ങൾ ചോദിക്കുക, എന്തൊരു ക്രൂരത നമ്മുടെ കർത്താവ് ചെയ്തു. ഏത് നീക്കുണ്ടെന്നത് ശരിയാണ്. അവിടെ ഒരു കാര്യം പറഞ്ഞു, നീ എന്റെ സ്വരൂപവും സാദൃശ്യവുമായ മനുഷ്യനേക്കാൾ വലുതല്ല മറ്റൊരു. എന്റെ സ്വരൂപവും സാദൃശ്യവുമായ നീയാണ് ഏറ്റവും വലുത്. പത്രോസിനെ അത് പഠിപ്പിക്കുക. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ വാക്കിൽ മനുഷ്യനെ പിടിക്കുന്നവനാകും, മീനിനെ പിടിക്കുന്നവനാകുമെന്നാണ് പറഞ്ഞത്. മീനിനെ പിടിക്കാൻ എന്റെ വലയുടെ ആവശ്യമുള്ളൂ, മനുഷ്യനെ പിടിക്കാൻ ക്രിസ്തുവിന്റെ ദൈവിക അനുഭവവും ശക്തിയും എന്റെ ഉള്ളിൽ നിറയണം. അതാണ് നമ്മുടെ കർത്താവ് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. ഈ ചിത്രം നിങ്ങൾ മറക്കരുത്.
അത്ഭുതമെന്ന് നമുക്ക് തോന്നുന്നു. കർത്താവ് സൃഷ്ടാവിന്റെ ശബ്ദം കേൾക്കുവാൻ മീനുകൾ അടുത്ത് വന്നപ്പോൾ മലയിൽ അത് മുഴുവനെ പുഴുകുന്ന ഒരു അനുഭവം. തന്റെ സൃഷ്ടിയേക്കാൾ, തന്റെ രൂപവും സാദൃശ്യവുമായ മനുഷ്യനേക്കാൾ വലുതല്ല ഏത് ഒരു സൃഷ്ടി. ഈ നമ്മുടെ പ്രപഞ്ച തത്വങ്ങളെന്നും എക്കോളജിയൊക്കെ ചിന്തിക്കുന്നത് വേറെയാണ്. ഞാൻ ഈ ഒരു പെർസ്പെക്റ്റീവ് മാത്രം നിങ്ങൾ എടുത്താൽ മതി. ഇനി പറയുന്നത് രണ്ട് വാക്കുകൾ ശ്രദ്ധിക്കണം. നമ്മുടെ കർത്താവ് ഈ മീൻ പിടിക്കാൻ പത്രോസിനോട് പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച്, നമ്മുടെ കർത്താവ് എന്താ ചെയ്തത്? പത്രോസ് ചെയ്തുകൊണ്ടിരുന്ന ജോലി തന്നെ ചെയ്യാനാണ് ആര് പറഞ്ഞത്? അല്ലേ? പത്രോസ് ചെയ്തുകൊണ്ടിരുന്ന ജോലി എന്താ? മീൻ പിടിക്കുന്ന രീതി. നിങ്ങൾ ഇതിനകത്തൊന്ന് ശ്രദ്ധിക്കുന്നു. പത്രോസിന്റെ രീതി നിങ്ങൾ ശ്രദ്ധിക്കണം. പത്രോസ് ചെയ്തിരുന്നത് എന്തായിരുന്നു? മീൻ പിടിക്കും. നമ്മുടെ കർത്താവിനോട് പറഞ്ഞത് നീ മീൻ പിടിക്കുക. ശ്രദ്ധിച്ചു. അവിടെ പത്രോസ് പറഞ്ഞു, ഞാൻ ഈ ജോലി തന്നെയാണ് ചെയ്തുകൊണ്ട്, പക്ഷെ അതിനകത്ത് ആരില്ലായിരുന്നു? ക്രിസ്തു പറഞ്ഞത് കൊണ്ട് നമ്മൾ ആരാധിക്കുന്നുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നമുക്ക് ദൈനംദിന വേദപുസ്തകം വായിക്കുന്നുണ്ട്. ചോദ്യം, ക്രിസ്തു അതിനകത്ത് ഉണ്ട്. ഞാൻ ആരാധനകൾ പൂർത്തീകരിച്ചു, ഞാൻ ആത്മീകപരമായ ജീവിതങ്ങൾ നടത്തി, എല്ലാം ചോദ്യം ഇത്, ക്രിസ്തു അതിൽ? പത്രോസിന് പറഞ്ഞു, ആ ആരാധന മതി, ഓർത്തഡോക്സ് സഭയുടെ ആരാധന മതി, അതിന്റെ പ്രാർത്ഥന മതി, പക്ഷേ നമുക്ക് ഇല്ലാതെ പോകുന്നത് ഏതാ? നിങ്ങൾ പറയും ക്രിസ്തുവെ എന്നാ വിളിച്ചത്, പക്ഷേ നമ്മുടെ ഉള്ളില്ല ക്രിസ്തു. വലിയ പിതാവായ ബാബ പറയുന്ന ഒരു കാര്യമാണ്. ഒരിക്കലധികം പിതാവ് പ്രാർത്ഥിക്കുവാൻ അത് നിന്നു. വളരെയധികം വേദനാപൂർവ്വം പ്രാർത്ഥന കഴിഞ്ഞു പോകുന്ന സന്ദർഭം. ഷമാശൻ ചോദിച്ചു, എന്താ പിതാവ് തിരുവേനി വിഷമിക്കുന്നത്? അപ്പൊ തിരുവേനി പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എനിക്ക് മുഖം തന്നില്ല. നമ്മളെ കൂടെ എപ്പോഴും നല്ലയില്ല, പിന്നെ അറിഞ്ഞിട്ടുമില്ല. എന്നും അനുഭവിച്ചത് കൊണ്ടാണ് ഒരു ദിവസം കിട്ടാഞ്ഞപ്പോൾ ആ പിതാവ് വേദനിച്ചു. അതുകൊണ്ട് നമ്മൾ ഇന്ന് മുതൽ പ്രാർത്ഥിക്കുന്ന ദൈവമേ, ക്രിസ്തു കൂടി എന്റെ ആരാധനയിൽ വരണം, ക്രിസ്തു കൂടി എന്റെ വേർവായനയിൽ വരണം, ക്രിസ്തു കൂടി എന്റെ ആത്മീയ ജീവിതത്തിൽ തൊടണം. ഇല്ലേ? ഞാൻ പറഞ്ഞ പത്രോസ് പറഞ്ഞു, ഞാൻ ചെയ്ത പ്രവൃത്തി തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താ? ഈ മീൻപിടുത്തം ഇന്നലെ രാത്രി ചെയ്തതാ. ഇപ്പോൾ ഞാൻ ക്രിസ്തുവിന്റെ പേരിൽ ചെയ്യാം. നമ്മൾ നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേലകൾ, ആ വേലയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ക്രിസ്തുവിനെ ഉള്ളിൽ വഹിച്ചുകൊണ്ടുള്ള വലിയ പിതാക്കന്മാർ ജീവിച്ചതുപോലെ മനുഷ്യനെ പോലെയും നമ്മുടെ പിതാവിനെ പോലെയും വിശുദ്ധന്മാരെ പോലെയുമുള്ള ക്രിസ്തുവിനെ നമ്മുടെ ഉള്ളിൽ വഹിക്കുന്ന ഒരു ലോകം നമ്മുടെ മുമ്പിൽ ഉണ്ടാകണമെന്നാണ് ഞാൻ പറയുന്നത്. അവിടെ തീരുന്നു. ഈ അവരുടെ വായിച്ചപ്പോഴേ പത്രോസിന്റെ പടക് നിറച്ച് വലയിട്ടപ്പോൾ നിറഞ്ഞു. പത്രോസ് തന്നെ വലയിട്ടത് അല്ലേ? വല തുറന്നു. പക്ഷെ പത്രോസ് എന്താ ചെയ്ത്? ചുറ്റുപാടുമുള്ള അന്ന് രാത്രി കൊണ്ട് അധ്വാനിച്ച് പടയും കിട്ടാത്തവർക്കൊക്കെ ഈ വായിക്കും. മറ്റു പടങ്ങളുള്ളവർ കൂടി തന്റെ കയ്യിൽ കിട്ടി. ഇതാണ് നമ്മുടെ പിതാവ് പറയുന്നല്ലേ, മാഫിയ സൂഫിയ ഗ്ലൂറിയ ഷെയറിംഗ് വേൾഡിനെ കുറിച്ചൊക്കെ ആര് പറയും? നിങ്ങളെല്ലാം ആരുടെന്താ ആ പിതാവിന്റെ ശബ്ദം കേട്ടിട്ടുള്ളതല്ലേ? ഷെയറിംഗ് വേൾഡിനെ കുറിച്ച് അല്ലേ? തന്റെ പടകിലേക്ക്, തന്റെ വലയിലേക്ക് ഏറിയത് വന്നു. ആ ഏറി ആർക്ക് കൊടുത്തു? മറ്റുള്ളവർക്ക് കൊടുത്തു. പത്രോസ് തന്റെ കാര്യത്തെ കുറിച്ച് ചെയ്യുകയാണ്. ഈ മനോഭാവമാണ് ആർക്ക് ഇഷ്ടപ്പെട്ടത്? അപ്പോൾ കർത്താവ്, ഞാൻ നിന്നെ I will make you the fishers of men. ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവനാകും. നിന്റെ മനോഭാവം, ഞാൻ നല്ല പണിയൊക്കെ ചെയ്തിട്ടിരിക്കുകയാണ്, ഇത്രയും വിഷയം ഇല്ല, വീട്ടിൽ കയറി അപ്പോൾ കൊടുത്ത് കർത്താവിന് പോരാ. നിന്റെ മനോഭാവം ഈ പെരുത്ത് മീൻകൂട്ടം വന്നപ്പോൾ അതിൽ മഞ്ഞളിച്ചു പോവുകയില്ല. ഇത് ആർക്കൊക്കെ ഏൽപ്പിച്ചില്ലയോ ആ പടകിലുള്ളവർക്ക് കൂടി കൊടുക്കുവാനുള്ള ഒരു വലിയ ദർശനത്തിന് കാര്യമാറി. അതുകൊണ്ട് പത്രോസിനോട് നമ്മുടെ കർത്താവ്, ഞാൻ നിന്നെ ചുമ്മാ ഒരു ദിവസം രാവിലെ കയറി കൊണ്ടുപോയതല്ല. കർത്താവ് തന്റെ ജീവിതത്തിന് ചില സംഭവങ്ങളെ കൂട്ടി വായിച്ചിട്ടാണ് ആരെ സ്വീകരിച്ചത്. ഓരോ പുസ്തകങ്ങൾ ഓരോ രീതിയിലാണ്. കർത്താവ് പറയുമ്പോൾ മർക്കോസും മത്തായിയും എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു, ലൂക്കോസ് എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു, യോഹന്നാൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നൊക്കെ തിരുമേനി പറഞ്ഞാൽ ഞാനിപ്പോൾ അങ്ങോട്ടൊന്നും പോയില്ല. കാരണം ചെറിയൊരു ആശയം മാത്രമാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെച്ചത്. ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുന്നുള്ളൂ. മിഷൻ എന്താ?
എന്റെ ദർശനത്തിൽ നമ്മുടെ കർത്താവിന്റെ ജീവിതത്തെ നമ്മൾ മുക്കുവിനെ കണ്ടപ്പോൾ അവന്റെ ദരിദ്രന്റെ ആവശ്യം എന്താണ്? കൂനിയെ കണ്ടപ്പോൾ കൂനിയുടെ ആവശ്യം എന്താണ്? ഒരു സഖായിയെ കണ്ടപ്പോൾ സഖായിയുടെ ഓർമ്മ. ഒരു ദരിദ്രന്റെ കണ്ണിലൂടെ ലോകത്തെ കാണാനുള്ള കഴിവാണ് മിഷൻ. ഒരു ദരിദ്രന്റെ കണ്ണിലൂടെ, ഇതാണ് ആരെപ്പോഴും പറയുന്നത്, ഒരു ദരിദ്രന്റെ കണ്ണിലൂടെ ലോകത്തെ കാണാനുള്ള ആഹ്വാനമാണ് ഇത്. മിഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനെ കുറിച്ച് ഈ നമ്മളൊക്കെ മഹാത്മജി വേദപുസ്തകം വായിച്ചെന്ന് പറയില്ലേ? മഹാത്മജി വേദപുസ്തകം വായിച്ച എപ്പോഴാണ് അറിയില്ല. വെസ്റ്റേൺ ഫിലോസഫേഴ്സ് ആയ രണ്ടുപേരെ അദ്ദേഹം കണ്ടു. ഒന്ന് ലിയോ ടോൾസ്റ്റോയും ജോൺ റസ്കിൻ. അതുപോലെ തന്നെ തറവ് എന്ന് പറയുന്നവരുണ്ട്. അദ്ദേഹത്തിന്റെ സിവിൽ ഒബീഡിയൻസ് എന്ന് പറഞ്ഞ ബുക്കുണ്ട്. ഇത് രണ്ട് പുസ്തകങ്ങൾ ബൈബിളിലാണ്. ഒന്ന് ജോൺ റസ്കിന്റെ വലിയ പുസ്തകങ്ങളൊന്നാണ് ഏത്, ആന്റണീസ് ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ അവസാനത്തെ ആളിനെ കുറിച്ചും വേദപുസ്തകത്തിൽ ഒരു കഥയുണ്ട്, ഉപമ എന്ന് പറഞ്ഞു. ഒരു മനുഷ്യൻ 3 മണിക്ക് ജോലി ചെയ്തു, 6 മണിക്ക് ജോലി ചെയ്തു, 9 മണിക്ക് ജോലി ചെയ്തു, 11 മണിക്ക് ജോലി ചെയ്തു. അവസാനം 11 മണിക്കാരൻ എന്തോ കൊടുത്തു? ഒരു നാണയം കൊടുത്തു. ഇത് ആർക്ക് ഇഷ്ടപ്പെട്ടു? ജോൺ റസ്കിൻ ഇഷ്ടപ്പെട്ടിട്ടാണ് അദ്ദേഹം ആന്റണീസ് ലാസ്റ്റ്, അവസാനത്തവനെയും കരുതുന്ന ഒരു ചിന്ത. ഇതാണ് നമ്മുടെ നമ്മുടെ രാഷ്ട്രപിതാവിനെ സ്വാധീനിച്ചത്. അദ്ദേഹം അതിന്റെ വേദശാസ്ത്രജ്ഞനല്ല കേട്ടോ. വേദശാസ്ത്രത്തിന്റെ അർത്ഥം എല്ലാവരും ജോലി ചെയ്തപ്പോൾ ഒരു നാണയം കൊടുക്കുന്ന അർത്ഥമല്ല. അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും കൊടുത്തതാണ് പരിമലത്തിനും എനിക്ക് നാളെ ജനിക്കുന്നവന് തരുന്നത് സ്വർഗരാജ്യം എന്ന ഒരു നാണയം. നിങ്ങൾ ഈ പണത്തെ കുറിച്ചൊക്കെ ചിന്തിക്കണം. സ്വർഗരാജ്യം എന്ന ഒരു നാണയം, അതാണ് ആര് തരുന്നത്? എല്ലാവർക്കും ചിന്തിക്കുന്നത് അല്ലേ? അത് അബ്രഹാമിന് കൊടുക്കുന്നതാണ്, ഇസ്ഹാക്കിന് കൊടുക്കുന്നതാണ്, യാക്കോബിനും കൊടുക്കുന്നതാണ്. ഇപ്പോൾ ജീവിക്കുന്ന നമ്മൾ വിശുദ്ധിയോട് ജീവിച്ചാൽ തരുന്ന ഒരു നാണയം. അതുകൊണ്ടാണ് 3-ാം മണിക്ക് 6-ാം മണിക്ക് 9-ാം മണിക്ക് എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ വിവിധ സന്ദർഭങ്ങളിൽ ഭൂമിയിൽ ജീവിച്ചിട്ടുള്ള എല്ലാ മനുഷ്യരെയും കരുതിക്കൊണ്ടാണ് നമ്മുടെ കർത്താവ് എന്ന് പറഞ്ഞത് ആ ഉപമ പ്രഖ്യാപിച്ചു. എന്നാൽ ജോൺ റസ്കിൻ അതെടുത്തില്ല. അദ്ദേഹം പറഞ്ഞു എല്ലാവർക്കും തുല്യത കാണിക്കുന്ന ഒരു ദൈവത്തെയാണ് ജോൺ റസ്കിൻ. ഇതാണ് മഹാനായ ഗാന്ധിയെ സ്വാധീനിച്ചത്. മഹാനായ ഗാന്ധി അതുകൊണ്ട് നെഹ്റുവിനോട് പറഞ്ഞു, ആദ്യം ഭാരതത്തിന്റെ പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് ഇന്ത്യ മുഴുവൻ ഒന്ന് കറങ്ങണം, എന്നിട്ട് ഈ ദരിദ്രനെ എങ്ങനെ ജീവിക്കുന്നു എന്ന് കണ്ടിട്ട് നീ എടുക്കുന്ന ഏതൊരു തീരുമാനവും ഒരു ദരിദ്രനെ എങ്ങനെ ബാധിക്കുമെന്ന് ചിന്തിച്ചിട്ടായിരിക്കണം ഭാരതത്തിൽ ഈ താൻ എഴുതി ചേർന്ന ഓരോ അക്ഷരങ്ങളും. പക്ഷെ ഇന്ന് നമ്മൾ പുതുതായി നിർവചിക്കേണ്ടി വരുന്നു. ഇന്ന് നമ്മൾ ഒരു കാര്യം ദരിദ്രനെ അവഗണിച്ചു കഴിഞ്ഞാൽ അവന്റെ പ്രശ്നം കാണുന്നില്ല എന്ന് വരുത്തി തീർത്തി ബോധപൂർവം മാറാനാണ് ആധുനിക ലോകം നമ്മളെല്ലാവരും ശ്രമിക്കുന്നത്. ലോകം ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ലോകത്തിൽ ഒരാളെ ഇല്ലാതാക്കാൻ ഒറ്റ മാർഗമുള്ളൂ, അവഗണിക്കുക. ഈ ഒരു പുതിയ പശ്ചാത്തലത്തിലേക്ക് ലോകം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് പിതാവിന്റെയൊക്കെ ആ വലിയ ശബ്ദങ്ങളുണ്ടെങ്കിൽ മാറുന്ന ലോകത്തെ മുഴുവൻ ശബ്ദമായി അദ്ദേഹം നിന്നു. അതുകൊണ്ട് നിങ്ങൾ ഓർക്കുക, ദരിദ്രന്റെ കണ്ണിലൂടെ ലോകത്തെ കാണാൻ. ഇതുകൊണ്ടാണ് ഗാന്ധി പിന്നീട് ബൈബിൾ വായിച്ചത്. നമ്മൾ പറയും സെർമൺ ഓഫ് ദ മൗണ്ട് വായിച്ചു, അങ്ങനെയൊന്നും അല്ല അദ്ദേഹം വായിച്ചത്. ജോൺ റസ്കിന്റെയും അതുപോലെ തന്നെ ലിയോ ടോൾസ്റ്റോയുടെ ബുക്ക്, അദ്ദേഹത്തിന്റെ ഒരു ബുക്കുണ്ട്, ലിയോ ടോൾസ്റ്റോയുടെ ബുക്ക് എന്താണെന്നറിയോ? ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യു. ദൈവരാജ്യം നിങ്ങളോട്. അതിൽ നിന്നാണ് രാമരാജ്യം പറയുന്നത് ഉണ്ടാക്കിയത് കേട്ടോ. കോട്ടെ അതുകൊണ്ട് ഗാന്ധി എന്തെങ്കിലും ഉണ്ടാക്കിയതെങ്കിൽ അത് എവിടെ നിന്നുണ്ടായെന്ന് ചോദിച്ചാൽ ജോൺ റസ്കിനും ലിയോ ടോൾസ്റ്റോയും തറോയുടെയൊക്കെ ദൈവശാസ്ത്രത്തിൽ നിന്നാണ് അദ്ദേഹം രൂപപ്പെടുത്തിയത്. ചിന്തകൾ ഞാൻ പൂർത്തീകരിച്ചു. എയുടെ വലിയൊരു ലോകത്തെ കുറിച്ച് രാവിലെ ഇങ്ങനെ ട്രെയിനിൽ ഇരുന്ന് ആലോചിച്ച കാര്യം പറയുന്നത് മാത്രം ഇത് ഇന്ന് സംഭവിക്കുന്നില്ല. 2085 സംഭവിച്ചേക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു കാര്യം. വിഷമിക്കാൻ വേണ്ടിയല്ല, ഈ ലോകം എന്താണെന്ന് സഞ്ചരിച്ചപ്പോ ഇങ്ങനെ സഞ്ചരിക്കുന്നതിനിടയിൽ കുറിച്ചു നോക്കി ഞാൻ ചിന്തിച്ചു. നിങ്ങൾക്കറിയാം, ഹ്യൂമനോയിഡ്സ് വരുന്നുണ്ട്, റോബോട്ട്സുകളുണ്ട്, ഇങ്ങനെ എല്ലാം ഈ ലോകത്ത് വരിക. നമ്മളെല്ലാം ഹ്യൂമൻ ബീയിങ്, റാഷണൽ ബീയിങ് ആണ് നമ്മൾ. ഹ്യൂമനോയിഡ്സ് എന്ന് പറഞ്ഞാൽ അതിനോട് റിസംബിൾ ആയിരിക്കുന്ന, ഹ്യൂമനോട് റിസംബിൾ ആയിരിക്കുന്ന റോബോട്ട്സുകൾ വരുന്നുണ്ട്. എല്ലാം ശരി. അപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ അല്പകാലം കഴിഞ്ഞിട്ട് എന്തോ വരും, റോബോട്ടുകൾ വരും. നമ്മൾ വല്ല അതിനെ അഡ്ജസ്റ്റ് ചെയ്യും. നമ്മൾ അത്ര എളുപ്പം അതിനെ ഒന്ന് വീട്ടിൽ കയറ്റുന്നത്. അതിനുള്ള അഡ്വാൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉപയോഗിച്ചേക്കാം. AI ഉണ്ട്, ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് ഉണ്ട്, ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇന്റലിജൻസ് ഉണ്ട്.
ഇതെല്ലാത്തിനെയും കുറിച്ച് ലോകം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഈ ഒരു ചിത്രം ഞാൻ വെക്കുന്നത് കാലത്തിന്റെ ഒരു വ്യതിയാനം മനസ്സിലൂടെ വന്നതിനോട് മാത്രം. അപ്പോൾ ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്, നമ്മുടെയൊക്കെ മനസ്സുകളിൽ റോബോട്ടുകൾ നേരിട്ട് കയറുമെന്ന് ചോദിച്ചില്ല, പക്ഷേ ലാബുകളിൽ ഒത്തിരി കുഞ്ഞുങ്ങൾ ഇങ്ങനെ ജനിക്കാൻ പോവുകയാണ്. ഹ്യൂമനായിരിക്കും നമ്മൾ പോലെ റോബോട്ടുകളാണ് ജനിക്കുന്നത്. റോബോട്ടുകളോട് ചേരുന്ന മനുഷ്യനിങ്ങനെ ജനിക്കണം. ഞാൻ ഇന്നിങ്ങനെ വന്നപ്പോ ജമിനിയിൽ ഇട്ട് നോക്കി, കാണിച്ചു 2070 ഈ ചിന്തകൾ ഉണ്ടാകുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഹ്യൂമൻ ബീയിങ്സ് എന്താ പറ്റുമോ ചോദിച്ചാൽ, നമ്മുടെ തലയിൽ ചിപ്പ് വെക്കാൻ പറഞ്ഞാൽ നമ്മൾ വെക്കുമോ? റോബോട്ട് ഈ പറയുന്ന ഇങ്ങനെയുള്ള മനുഷ്യർ നിർമ്മിക്കപ്പെട്ട ഈ ലാബുകളിൽ നിർമ്മിക്കപ്പെടുമ്പോൾ അവന്റെ തലയിലേക്ക് ചിപ്പ് വെക്കും. അതിൽ തന്നെ എല്ലാ ജോലികളും ചെയ്യുന്നവരുണ്ടാകും. അടിസ്ഥാനപരമായ താഴെയുള്ള ജോലികളുണ്ട്, മുകളിലുള്ള ജോലിയുണ്ട്. ഏറ്റവും ഉദാത്തമായ ജോലി ചെയ്യുന്നവരും അതിലൂടെ ഇത് പ്രോഗ്രാം ചെയ്യുന്ന ഒരു മനുഷ്യൻ വിചാരിച്ചാണ്. ഈ പ്രോഗ്രാം ചെയ്യുന്ന മനുഷ്യൻ വിചാരിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക, അവന് മതം ഉണ്ടാവും. ആ പ്രോഗ്രാം ചെയ്യുന്ന മനുഷ്യൻ എന്താണോ അവന് തലയിൽ വെച്ചിരിക്കുന്നത്, ആ ചിപ്പാണ് വർക്ക് ചെയ്യുന്നത്. ലോകത്ത് മതം എന്ന് പറയുന്നതെല്ലാം നമ്മുടെ ധാരണയായി മാറും. അപ്പനാരാണെന്ന് വെച്ചാൽ പറയും ലാബ് 1, ലാബ് 2 ഇതൊക്കെ ആയിരിക്കും അപ്പനും അമ്മയും. ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ നിങ്ങളുടെ മുമ്പ് പറഞ്ഞ് പേടിപ്പിക്കുകയല്ല, യാത്രക്കിടയിൽ ഇങ്ങനെ അന്വേഷിച്ചു പോയപ്പോൾ ഉണ്ടായത് നിങ്ങളുടെ മുമ്പ് പറയും. ഇങ്ങനെ വരുമ്പോൾ വീടുകളിൽ റോബോട്ടുകൾ എല്ലാം പറയും. കാരണം ആ ഹ്യൂമൻ ബീയിങ്ങിന്റെ ചിപ്പും ഈ റോബോട്ടും വളരെ വേഗത്തിൽ സഞ്ചരിക്കും. ഇവര് തമ്മിൽ വളരെ ബന്ധം. അപ്പോൾ നമ്മളെ പോലുള്ള സാധാരണ, നമ്മളൊന്നും കാണുന്നില്ല, നമ്മളെ പോലുള്ള സാധാരണ ഹ്യൂമൻ ബീയിങ് എന്ത് ചെയ്യും? അവന്റെ വളർച്ചയോട് അടുക്കാൻ കഴിയാതെ വരുമ്പോൾ നമ്മൾ പറയാതെ എന്ത് വെക്കേണ്ടി വരും? ചിപ്പുകൾ വെക്കേണ്ടി വരും. ഇങ്ങനെ ഒരു വലിയ ലോകം നമ്മുടെ മുന്നിലുണ്ട്. ഇവിടെ ഒരു വെല്ലുവിളിയുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ക്രിസ്തു സാക്ഷ്യവും ദൈവശാസ്ത്രവും ഒക്കെ നമ്മുടെ ഉള്ളിൽ ജീവിക്കുമ്പോഴും നമ്മൾ ഈ ലോകത്തിനനുസരിച്ച് ജീവിക്കുന്ന ആ ചിപ്പുകൾക്കനുസരിച്ച് റോബോട്ടുകൾ സഞ്ചരിക്കുന്ന പ്രോഗ്രാം ചെയ്യുമ്പോൾ ലോകം മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന 1-2 മനുഷ്യരിലേക്ക് പോകും. നമ്മളുടെ ഈ ഇന്നത്തെ പൊളിറ്റിക്കൽ വ്യവസ്ഥകളെല്ലാം തകർന്നു മറിയുമെന്നാണ് ഞാൻ പറയുന്നത്. എന്ന് നമ്മൾ പ്രധാനമന്ത്രിയോട്, പ്രസിഡന്റോട് ഇതൊക്കെ പോകും. വേറെ ഇതിനെല്ലാം പ്രോഗ്രാം ചെയ്തെടുക്കുന്ന മനുഷ്യനായിരിക്കും സർവ്വലോകത്തിൽ. അവൻ എവിടെ കൊണ്ട് ജനങ്ങളെ ഇറക്കിയാലും അവന്റെ ചിന്തകൾ മുഴുവനും ആരുടെ കയ്യിലാണ്. നമ്മുടെ ഇൻഡിപെൻഡൻസ് എല്ലാം നഷ്ടപ്പെടുന്ന പുതിയൊരു ലോകത്തിലേക്കുള്ള യാത്രക്കിടയിലാണ് നാം. അവിടെയാണ് നമ്മൾ ക്രിസ്തുവിന്റെ സ്നേഹത്തെ ആവോളം അനുഭവിച്ചുകൊണ്ട് ക്രിസ്തു സ്നേഹത്തിലൂടെ യാത്ര ചെയ്യുന്നത്. ഈ ചിന്തകളുടെ മനസ്സിലേക്കട്ടെ. പത്രോസിനെ വിളിച്ച 5 മിനിറ്റ് ഞാൻ എടുത്തു. ക്ഷമിക്കണം, കാരണം തന്നത്രയും സമയത്തേക്ക് 5 മിനിറ്റ് എടുത്തു. ക്ഷമിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. അതിനാവശ്യത്തിന്റെ പ്രവർത്തകർ വീണ്ടും പ്രകാശിതരായി തീരട്ടെ. അഭിയുദ്ധിനെ പോലെ ചാർലി കിർക്ക് മരിച്ചപ്പോ അനേക ചാർലി കിർക്കുകൾ എഴുന്നേക്കെന്ന് പറയുന്ന പോലെ നമ്മുടെ ഉള്ളിൽ നമ്മുടെ പിതാവിനെ പോലെ വീണ്ടും ജന്മമെടുക്കാനുള്ള കരുത്ത്, അതിന്റെ ആവേശം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ. എല്ലാവർക്കും നന്ദിയും ദൈവം അനുഗ്രഹിക്കട്ടെ.